നമസ്കാരം. പ്രകൃതിയിലെ മനോഹര ദൃശ്യമായ മഴവില്ലിനെ പറ്റി ഉള്ള ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങളിലൊന്നാണ് മഴവില്ല്. അത് ഉണ്ടാകുന്ന കാര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡൊമിനീസ്, ദെക്കാർത്തെ എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് മഴവില്ലിനെപ്പറ്റി ആദ്യമായി പ്രതിപാദിച്ചത്. 7 നിറമുണ്ടാകുന്നതിനെപ്പറ്റി കണ്ടെത്തൽ നടത്തിയത് മഹാനായ ഐസക് ന്യൂട്ടൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലകണികകളിൽ സൂര്യപ്രകാശം തട്ടി ചിതറുമ്പോഴാണ് മഴവില്ലുണ്ടാകുന്നത്. വായുവിൽ നിന്നും സാന്ദ്രത കൂടിയ വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കുന്നു. അതായത് രശ്മി വളയുന്നു. സൂര്യപ്രകാശം വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ള വികിരണങ്ങളുടെ കൂട്ടമാണ്. ഓരോ തരംഗദൈർഘ്യത്തിലുമുള്ള രശ്മികൾക്കും ഉണ്ടാകുന്ന അപവർത്തനം വ്യത്യസ്തമായിരിക്കുന്നതിനാൽ മഴത്തുള്ളികൾക്കുള്ളിൽ കടക്കുമ്പോൾ സൂര്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നു. ഈ രശ്മികളിൽ ഒരു ഭാഗം ജലകണികയുടെ ഉൾപ്രതലത്തിൽ തട്ടി തിരികെ പ്രതിഫലിക്കുന്നു. രശ്മികൾ പതിക്കുന്ന ദിശയിൽ നിന്നും ഏതാണ്ട് 138 ഡിഗ്രി വ്യതിയാനമാണ് പ്രതിഫലിക്കുന്ന ദിശയ്ക്കുണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ തരംഗദൈർഘ്യം കൂടിയ ചുവന്ന രശ്മിയുടെ വികിരണം 137.6 ഡിഗ്രിയും തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ് രശ്മിയുടെ വികിരണം 130.4 ഡിഗ്രിയുമായി ദിശ മാറും. ഇങ്ങനെ പ്രതിഫലിക്കുന്ന രശ്മികളെല്ലാം കൂടി 42.5 ഡിഗ്രി വ്യാസാർദ്ധമുള്ള ഒരു വൃത്തമാണ് ആകാശത്ത് സൃഷ്ടിക്കുക. അതായത് 40.5 ഡിഗ്രി ശീർഷകോണുള്ള വയലറ്റ് വൃത്തവും 40.5 ഡിഗ്രി ശീർഷകോണുള്ള ചുവന്ന വൃത്തവും അവയ്ക്കിടയിലായി മറ്റ് സൗരവർണ്ണങ്ങളുള്ള വൃത്തമായാണ് മഴവില്ലുണ്ടാകുന്നത്. എന്നാൽ ഇതിൻ്റെ കേന്ദ്രബിന്ദു സൂര്യനും നമ്മുടെ കണ്ണും ചേർന്നുണ്ടാകുന്ന അക്ഷത്തിലായിരിക്കും. ഇത് ചക്രവാളത്തിന് താഴെ ആയിരിക്കുന്നത് കൊണ്ട് വൃത്തത്തിൻ്റെ പകുതി ഭാഗമേ നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും വിമാനത്തിലും മറ്റും സഞ്ചരിക്കുമ്പോൾ മഴവില്ല് വൃത്തമായി തന്നെ കാണുവാൻ കഴിയും. ഇത് മഴവില്ലിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.